വിവേകാനന്ദ പാറയിൽ ധ്യാനത്തിലിരിക്കാൻ നരേന്ദ്രമോദി ഇന്നെത്തും. ഉച്ചയ്ക്ക് തിരുവനന്തപുരത്തെത്തുന്ന മോദി ഹെലികോപ്റ്ററിൽ വൈകിട്ട് 4:55 കന്യാകുമാരിയിലെത്തും. തുടർന്ന് കന്യാകുമാരി ക്ഷേത്ര ദർശനത്തിന് ശേഷം ബോട്ടിൽ വിവേകാനന്ദ പാറയിലേക്ക് പോകും. ഇടയ്ക്കിടെ ധ്യാനമൊക്കെ നടത്തുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ചൂടിൽ നിന്നും വിട്ടു നിൽക്കാമല്ലോ. മോദിയുടെ സുരക്ഷ പ്രമാണിച്ച് 8 ജില്ലാ പോലീസ് മേധാവിമാരടക്കം 2000-ലധികം പോലീസുകാരെയാണ് കന്യാകുമാരിയിൽ വിന്യസിച്ചിരിക്കുന്നത്. 3 ദിവസത്തെ, അതായത് 45 മണിക്കൂർ ധ്യാനത്തിന് ശേഷം ജൂൺ 1 വൈകിട്ടോടെ തിരുവനന്തപുരം വഴി ഡൽഹിയിലേക്ക് മോദി തിരിച്ചു പോകും. ആദ്യമായാണ് വിവേകാനന്ദ പാറയിൽ പ്രധാനമന്ത്രി ധ്യാനമിരിക്കുന്നത്. അതും ഒരു പ്രധാനമന്ത്രി. മറ്റൊരു പ്രധാനമന്ത്രിമാരും ഇതുവരെ അവിടെ ധ്യാനം ഇരുന്നിട്ടില്ല. 2019 കേദാർനാഥ് ക്ഷേത്രത്തിനടുത്തുള്ള ഗുഹയിൽ പ്രധാനമന്ത്രി ധ്യാനം ഇരുന്നിരുന്നു. 1892 ഡിസംബർ 23, 24, 25 തീയതികളിൽ സ്വാമി വിവേകാനന്ദൻ ധ്യാനമിരുന്ന പാറയിൽ 970-ലാണ് സ്മാരകം പണിതത്. കരയിൽ നിന്ന് 500 മീറ്ററോളം അകലെയാണ് പാറ. കന്യാകുമാരി ദേവിയുടെ പാദമുദ്ര പതിഞ്ഞ പാറയാണെന്നാണ് സങ്കല്പം. സുരക്ഷാ ഉദ്യോഗസ്ഥരെയും മാധ്യമപ്പടയെയും കൂട്ടി വിവേകാനന്ദ പാറയിൽ വ്യാജ തെരഞ്ഞെടുപ്പ് ധ്യാനം ഇരിക്കാൻ പോകും മുമ്പ് മോദിജിയുടെ ഒരു വെളിപാട് വന്നത് കേട്ട് പൊട്ടിച്ചിരിക്കുകയാണ് ലോക ജനത. ഗാന്ധിയുടെ ജീവിതത്തെ ആസ്പദമാക്കി റിച്ചാർഡ് ആറ്റൻബറോയുടെ സംവിധാനത്തിൽ 1982 ഇറങ്ങിയ ഒരു ഇംഗ്ലീഷ് ചിത്രമായ ഗാന്ധി വന്നതുകൊണ്ടാണ് മഹാത്മാഗാന്ധിയെ ലോകം അറിഞ്ഞതെന്ന് എന്ത് പൊട്ടത്തരവും വിളിച്ചു പറയാൻ മടിയില്ലാത്ത നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഇത്തരം പ്രസ്താവനകൾ കേൾക്കുമ്പോൾ മറ്റ് രാജ്യക്കാരുടെ മുന്നിൽ പരിഹാസമേറ്റു വാങ്ങുകയാണ് ഭാരതീയർ. ഓരോ ഭാരതീയനും പ്രസ്താവനകൾക്കൊന്നും മറുപടി അറിയിക്കുന്നതല്ല. ദിവസവും മോദി പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയാൻ സ്കൂളിൽ പോയ ആർക്കും കഴിയില്ല. മോദിയുടെ അച്ഛൻ റെയിൽവേ ക്യാൻറ്റീൻ നടത്തിയിരുന്ന മുതലാളിയായിരുന്നു. മോദിക്ക് അന്ന് അധികമാർക്കും ലഭിക്കാതെ പോയ സൗകര്യങ്ങൾ ചെറുപ്രായത്തിലേ ഉണ്ടായിരുന്നു. കോട്ടും സ്യൂട്ടും ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് സ്കൂളിൽ വിട്ടപ്പോൾ അവിടെ പോകാതെ നാടുവിട്ടുപോയി. പ്രാഥമിക വിദ്യാഭ്യാസം പോലും നേടാതെ തെണ്ടി നടന്നു. 7ാം ക്ലാസ്സിൽ സ്കൂൾ വിട്ടുപോയെന്നാണ് അദ്ദേഹം തന്നെ ഒരു അഭിമുഖത്തിൽ പണ്ട് പറഞ്ഞത്. ഇപ്പോൾ വ്യാജ ഡിഗ്രിയുമായി നടക്കുമ്പോൾ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്തെങ്കിലും ഗാന്ധിയെക്കുറിച്ച് സംസാരിക്കാമായിരുന്നു.